ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നതാണ് ക്ലാസ് ലാൻഡിൻ്റെ ലഡോണിൽ ചെയ്യാൻ നോക്കുകയാണ്. അപ്പുറത്തെ ടീം ന്യൂബാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ അതുണ്ടോ. അപ്പോൾ പൈസ ഒന്നുമില്ലല്ലോ കണ്ണെടുക്കാൻ, അതിനെ കൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഇപ്പോൾ നമുക്ക് ഹെഡൊള്ളിയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഹെഡൊള്ളിയാണ് നോക്കുമെന്ന് അറിഞ്ഞൂടാ. എനിക്ക് ചെറുങ്ങനെ ഹെഡടിക്കാറിയാം, അതിനെ കൊണ്ട് ഹെഡടിച്ച് പരിചയം കൊണ്ടാണ് ഞാൻ വന്നത്. നോക്കി നോക്കാം. നമുക്ക് ഫസ്റ്റ് ഡ്രാഗ് ചെയ്ത് നോക്കി പക്ഷെ കിട്ടുന്നില്ല. ഫുൾ ഡ്രാഗ്. ഇനി നിങ്ങൾ കണ്ടു ഗൈസ്, ഞാൻ ഫസ്റ്റ് ഹെഡ് അടിച്ചിരിക്കുന്നു. ഹൗ ഈസ് ഇറ്റ്? അപ്പോൾ എന്നെ ചിലർക്ക് അറിയില്ല, ഞാൻ പുതിയതാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക, ബെല്ലടിക്കുക. എന്നാൽ നോട്ടിഫിക്കേഷൻ ഒക്കെ വേഗം കിട്ടിക്കോളും. അപ്പോൾ അവിടെ എൻമീനെ കാണുക, അപ്പോൾ നമുക്ക് എൻമീൻ്റെ അടുത്തോട്ട് പോയേക്കാം ഗൈസ്. അവിടെ തന്നെ ഡ്രാഗ് ചെയ്ത് നോക്കി, അടിപൊളിയായിട്ട് കിട്ടിയെങ്കിൽ ഹെഡ്. എങ്ങനെയുണ്ട് ഗൈസ്? സൂപ്പറാണെങ്കിൽ പറയണേ, കമൻറ്റ് ഡൗൺ. എനിക്ക് ആദ്യം ഒന്ന് ചെറുങ്ങനെ അറിഞ്ഞൂടേനി, പിന്നെ ചെറുങ്ങനെ പഠിക്കുക വേണ്ട പിടിക്കുക. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഇനി അടുത്ത എനിമീനെ കാണുന്നില്ല. നമുക്ക് എനിമീൻ്റെ അടുത്തോട്ട് പോയേക്കാം, അടിപൊളിയായിരിക്കും. എന്നിട്ട് പോയി വണ്ട പിടിക്കാൻ നോക്കി, പക്ഷെ കയറിയില്ല, ബോഡിയായിപ്പോയി. ഇനി എനിമീൻ്റെ അടുത്തോട്ട് പോയി അടിച്ചോക്കാം. അപ്പോൾ കിട്ടിയാലോ, ലക്കിനെങ്ങനെയായാലും കിട്ടിയാലോ. വേണ്ടു വലുതായി വയ്ക്കുന്ന എമ്മേറ്റ് എടുക്കാൻ ട്രാഗ് ചെയ്ത് നോക്കി, പക്ഷെ കിട്ടിയില്ല. ഇവ അവിടെ കുറേ വെസ്റ്റ് അടിച്ചിട്ടിരിക്കുന്നില്ലല്ലോ. എന്തിന് ഒരു ചെറിയ റെഡ് ഔട്ട് കൊണ്ട് ഹെഡ് ഷോട്ടായി പോയി. അതാണ് ഫുള്ള് റെഡാക്കാൻ പറ്റില്ല. എങ്കിൽ അടുത്ത കളി നോക്കാം ഫുൾ റെഡ് അടിക്കാൻ പറ്റുമോ. അപ്പോൾ ഇവൻ ന്യൂബായോണ്ട് എനിക്ക് അവനെ അടിക്കണം സുഖമായി. അതുകൊണ്ട് നമുക്ക് വേഗം അടിക്കാം. വേഗം അടിച്ചിട്ട് അവനെ കൊന്നിട്ട് അടുത്ത റൗണ്ടിലോട്ട് പോവാം. അവനാണെങ്കിൽ ഒളിച്ച് കളിക്കുക, ഒളിച്ചും പത്തീനും പോലെ ഒളിച്ച് കളിക്കുക. അതിനെ കൊണ്ട് എന്താ ചെയ്യാൻ സംഭവിക്കാറുണ്ട്. ചുമ്മാ ഗ്ലൂ ആയിട്ട് കളിക്കുക ഗൈസ്. എന്നിട്ട് പായന്മേ എടുത്തോട്ട് നിൽക്കുന്നേ, പക്ഷേ ഒരു ഡ്രാഗോക്ക് ഹെഡ് കളിയില്ല. അവൻ കുത്തിപ്പിടിയും അതിനെ കൊണ്ട് ഞാൻ ഗ്ലൂ ആയിട്ട് കളിച്ചില്ല. കുത്തിപ്പിടി നല്ല കുത്തിപ്പിടി അതൊന്നും എമ്മേറ്റി കൊണ്ട്, അതുകൊണ്ട് ഇതായില്ല. അപ്പോൾ ഇനി അടുത്ത അവൻ്റെ അടുത്തോട്ട് പോയി അടിക്കാം. അവൻ എവിടെയായിരുന്നു? ഓടിക്കോ ഗൈസ്. ഹെഡൊന്നും കയറുന്നില്ല. ഈ പണ്ട് അടിച്ചുള്ള പരിചയമുള്ളൂ, അതിനെ കണ്ട ഇപ്പം ഹെഡ് കയറാതെ. എന്തെയും ഇപ്പം ഡ്രാഗ് ചെയ്തിട്ട് കിട്ടില്ല. ഡ്രാഗ് ചെയ്തുകൊണ്ട് കിട്ടുന്നില്ല, ബോഡിയോ മൊത്തം. ഫൈനൽ ഒരു റെഡ് ഔട്ട് കൊടുത്തിട്ട് നമ്മൾ അവനെ ലോക്ക് ചെയ്തിരിക്കുന്നു. ഇനി അടുത്ത റൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ മേടിച്ച് ഇതാക്കാം. വെസ്റ്റ് അവൻ്റെ ഫുള്ള് ഡാമേജ് ആക്കിക്കുന്നു. അവനെ കൊണ്ട് തോറ്റി, എൻ്റെ വെസ്റ്റ് മൊത്തം ഡാമേജ് ആയി. ഇനി അടുത്തത് ഹെഡ് അടിക്കാൻ നോക്കാം. അങ്ങോട്ട് പുഷിങ്ങാ, പണിയാ. അപ്പോൾ പിന്നെയാണെങ്കിൽ എൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ എമ്മേറ്റിൽ റിലോഡ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നോക്കി. ചെറിയ ഹെഡ് കയറി 28ൻ്റെ, പിന്നെയാണെങ്കിൽ ഡ്രാഗ് ചെയ്ത് 24, 28 ഒക്കെയാണ് കിട്ടുന്നത്. അധികം കൂടുതൽ എഴുതി അവൻ ഗ്ലൂ ആഡ് ഇട്ട് നോക്കിയ, ഗ്ലൂ ആഡ് വർക്കായില്ല. ഇപ്പോഴാണെങ്കിൽ നമ്മൾ അവൻ്റെ അടുത്തോട്ട് ഓടിപ്പോയി അടിക്കാൻ നോക്കിയതാ. ഹെഡ് കയറി, ഒരു നല്ല ഹെഡ് 85ൻ്റെ ഒരു ഹെഡ് കയറി. ആൻഡ് 5 റൗണ്ട് ഉള്ളൂ വിചാരിച്ചു. 5ലും കൂടുതൽ റൗണ്ട് ഉണ്ട്. ഇനി ഒരു വെസ്റ്റ് മേടിച്ചിടാൻ, വെസ്റ്റ് ഡാമേജ് അയക്കണമെങ്കിൽ ഇതാവും. ഓപ്പണിൽ ഇങ്ങോട്ട് കയറി വന്നുണ്ട്. അപ്പോൾ കടിച്ചോക്കെ അവൻ കയറി ഇങ്ങോട്ട് ഇരുന്നുണ്ട്. അവൻ ടീമപ്പ് കാണിക്കുന്നുണ്ടല്ലോ, അത് പോയോക്കാം. ഒരു ഇമോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഗൈസ്, അവൻ ടീമപ്പ് കാണിക്കുന്നുണ്ട്. ഒരു ഇമോട്ടൊക്കെ ഇട്ട് എടുക്കാം.
അവൻ എന്നെ അടിച്ചപ്പോൾ ഞാൻ അടിക്കാൻ നോക്കിയപ്പോൾ എനിക്ക് അടിക്കാൻ പറ്റില്ല. അതിനെ കൊണ്ടാണ് ഞാൻ അടിക്കാൻ ഞാൻ. പക്ഷെ അവൻ എന്നെ പറ്റിച്ചു. അടുത്ത റൗണ്ട് എന്തായാലും അവനെ പിടിച്ചിട്ട് നമുക്ക് അവൻ്റെ മോന്തടിച്ച് പിടിക്കാം, തലയടിച്ച് പിടിക്കാം. അപ്പോൾ ഞാൻ വുഡ് പേക്കറുടെ അടുത്ത് വരുന്നുണ്ട്. ഞാൻ വുഡ് പേക്കറുടെ അടുത്ത് അടിക്കട്ടെ നോക്കട്ടെ. ഹെഡ് കയറിയാൽ അയ്യോ. അപ്പോൾ ഹെഡ് കയറി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ശരി ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് ഗെയിമിങ്.